ഹരി ഓം നമഃ ശിവായ. ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എല്ലാ സനാതന സാരഥികൾക്കും ഈ എളിയവൻ്റെ വലിയ നമസ്കാരം, സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം രുദ്രാക്ഷ മഹാത്മ്യത്തിൻ്റെ ഇടകലർത്തിയുള്ള എപ്പിസോഡാണ് ഞാൻ ചെയ്യുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഇന്ന് മകീരം, ചിത്തിര, അവിട്ടം എന്നീ 3 അനുരഞ്ജന നക്ഷത്രങ്ങളുടെ രുദ്രാക്ഷം ഏതാണ് എന്ന് നമ്മൾക്ക് പരിശോധിക്കാം. മകീരം, ചിത്തിര, അവിട്ടം. മകീരം നാളുള്ള ഒരാൾ അവരുടെ പിറന്നാൾ മറന്നുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നമുക്കത് ആഘോഷിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത അനുരഞ്ജന നക്ഷത്രമാണ് ചിത്തിരാവിട്ടം എന്നീ 2 നക്ഷത്രങ്ങൾ. അതുപോലെ തന്നെ ചിത്തിരാവിട്ടത്തിനും അനുരഞ്ജന നക്ഷത്രം, അവിട്ടം, ഇങ്ങനെയുള്ള 3 നക്ഷത്രങ്ങളാണ്. ഏത് നക്ഷത്രം ആയിക്കോട്ടെ, ഈ 3 നക്ഷത്രക്കാർ അനുരഞ്ജന നക്ഷത്രങ്ങളാണ്. അവിട്ടംകാരന് ഈ നക്ഷത്രത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പിറന്നാൾ ആഘോഷിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആഘോഷിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ മാസത്തിലെ തന്നെ, ആ മലയാള മാസത്തിലെ തന്നെ മകീരം, ചിത്രയിൽ ആ വിശേഷം നമുക്ക് നടത്താൻ പറ്റും. അതിനാലാണ് അത് അനുരഞ്ജന നക്ഷത്രം എന്ന് പറയുന്നത്. അനുരഞ്ജന നക്ഷത്രത്തിൽ നമ്മൾ എന്തെങ്കിലും, അതായത് അവിട്ടത്തിലരയും അവിട്ടത്തിൽ മുക്കാലൊക്കെ വരുന്ന ഇത് കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്കതൊന്നൊരു കൺഫ്യൂഷൻ നോക്കേണ്ട കാര്യമുള്ളൂ. അത് നമ്മൾക്ക് നോക്കാൻ അറിയില്ലെങ്കിൽ അടുത്തുള്ള ജ്യോത്സ്യനെ കണ്ട് അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് തരും. സമ്പൂർണ്ണ നക്ഷത്രം അശ്വതി ഭരണി എന്നൊക്കെ പറയുന്നത് സമ്പൂർണ്ണ നക്ഷത്രമാണ്. അശ്വതി ഭരണി കാർത്തിക കാല് വരുന്നുണ്ട്. അപ്പോൾ കാർത്തിക കാലാണോ മുക്കാലാണോ എന്നൊക്കെ ഉള്ളത് ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ജ്യോത്സ്യനെ സമീപിക്കുന്നതായിരിക്കും നല്ലത്. രുദ്രാക്ഷം നമ്മൾ ധരിക്കുന്നതിലൂടെ നമ്മളുടെ മുഖക്കെട്ട്, കണ്ണേറ് ദോഷം, ദൃഷ്ടിദോഷങ്ങൾക്കൊക്കെ മാറി പിന്നീട് നമ്മൾക്ക് ഏൽക്കാതെ സംരക്ഷിക്കും. കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും രുദ്രാക്ഷം വെള്ളിയിലോ അല്ലെങ്കിൽ സ്വർണത്തിലോ കെട്ടി ധരിക്കണം. പക്ഷിപീഡ എന്ന് ഏൽക്കാതെ അത് രക്ഷിക്കും, ഒരു സംശയം വേണ്ട. ശ്രീ മഹാദേവൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവും. നമ്മുടെ മനസ്സിനും ശുദ്ധിക്കും ഒക്കെ വളരെ വിശേഷപ്പെട്ടതായിരിക്കും രുദ്രാക്ഷധാരണം. രുദ്രാക്ഷം എങ്ങനെയാണ് ശുദ്ധി ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ മുൻ എപ്പിസോഡിൽ പറയേണ്ടത്. അതുപോലെ തന്നെ മാസത്തിലും ശുദ്ധിയാക്കി ഉപയോഗിക്കണം. മകീരം, ചിത്തിര, അവിട്ടം എന്ന 3 നക്ഷത്രക്കാർ ധരിക്കേണ്ട രുദ്രാക്ഷം 3 മുഖ രുദ്രാക്ഷം. 3 മുഖ രുദ്രാക്ഷം കിട്ടാൻ ഒത്തിരി പാടാണ്, ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഗുരുവായൂർ വടക്കേ നടയിലുള്ള ശ്രീ നാരായണീയ സ്റ്റോഴ്സിൽ കിട്ടുമെന്ന് തോന്നുന്നു. ചിലരെന്നോട് ചോദിച്ചു, നാരായണ സ്റ്റോഴ്സിന് എന്താ ഇത്ര ഇതെന്ന്. അപ്പോൾ എനിക്ക് അവിടുന്ന് കമ്മീഷനൊന്നും കിട്ടിയിട്ടൊന്നുമല്ല. നമ്മളുടെ ഈ പരിധിയിൽ അന്വേഷിച്ച ഏറ്റവും നല്ലൊരു സ്റ്റോഴ്സ് അതായതുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യണത്. അല്ലാതെ എനിക്ക് അവിടുന്ന്
യാതൊരുവിധ കമ്മീഷനോ ഒന്നും തന്നെയില്ല. അപ്പം ഈ 3 നക്ഷത്രക്കാർ ഈ 3 മുഖ നക്ഷത്രം ധരിക്കുക, കൈലാസനാഥനായിരിക്കുന്ന മഹേശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും എപ്പോഴും ഉണ്ടാവട്ടെ, എല്ലാ ഐശ്വര്യപ്രതിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതുകൂടാതെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒരുപാട് പേര് വിളിച്ച് കുശലാന്വേഷണങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. വളരെ നന്ദിയുണ്ട്. ഈ ചാനൽ നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ആരുടെ കയ്യിൽ നിന്നും പൈസ മോഹിച്ചിട്ടല്ല ഈ ചാനൽ ചെയ്യണത്. പക്ഷേ ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ നോക്കുമ്പോൾ പൈസയൊന്നും വാങ്ങാറില്ല. ഇപ്പോൾ ഒരു പൈസ വെക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, വെറുതെ ആൾക്കാർ വിളിച്ച് ഒരു ആവശ്യമില്ലാത്തതിനും വെറുതെ കളിയാക്കിക്കൊണ്ടും ഒക്കെ വിളിക്കുന്നതുകൊണ്ട് ചെറിയൊരു ദക്ഷിണ ഞാൻ ഇപ്പോൾ പറയുന്നവരോട് പറയുന്നുണ്ട്. അത് തെറ്റാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ തന്നെ ഈ ചാനലിന് നൽകിയിരുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി, നമസ്കാരം അരുളപ്പാട് ചെയ്തുകൊണ്ട് മറ്റൊരു അറിവുമായി വരുന്നതുവരെ എല്ലാവർക്കും പരദേവതയായിരിക്കുന്ന മഹാകുടുംബദ്രകാളി എല്ലാ ഐശ്വര്യപൂർത്തിയും നൽകട്ടെ എന്ന് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.